പുതുമയാർന്ന ടൂറിസം പാക്കേജുമായി കേരള വിഷൻ പുതിയ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ലോകമെമ്പാടുമുള്ള കാഴ്ചകൾ കാണാൻ വിവിധ പദ്ധതികളാണ് കേരള വിഷൻ ഒരുക്കുന്നത്. കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ COA ഈ പുതുവത്സര വേളയിൽ പുതിയൊരു സംരംഭത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയിലേക്ക് നമുക്ക് പോകാനും അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നതിനും വേണ്ടിയുള്ള ഒരു ബൃഹത്തായ സംരംഭം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മോടൊപ്പം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി COAയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹനൊപ്പം ചേരുന്നു. സർ, എന്തൊക്കെയാണ് നമ്മുടെ പദ്ധതികൾ? എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ വിനോദസഞ്ചാര മേഖലയുമായിട്ട് നമ്മൾ ആളുകളെ എത്തിക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണ് അതിൽ ഒന്ന് പറയാമോ? കേരളത്തിൽ കേബിൾ TV മേഖലയിലും ബ്രോഡ്ബാൻഡ് രംഗത്തും ഏറ്റവും അധികം ഉപഭോക്താക്കളുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് കേരള വിഷൻ. കഴിഞ്ഞ 30 വർഷമായി കേബിൾ TV മേഖലയുടെ സമസ്ത ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അങ്ങനെ കേരളവുമായും കേരളത്തിലെ ജനങ്ങളുമായും 3 പതിറ്റാണ്ടിൻ്റെ ബന്ധമുള്ള സംഘടനയും കമ്പനിയുമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇന്ന് കേരളത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു എന്നതിനപ്പുറം രാജ്യത്ത് 4ഉം 5ഉം സ്ഥാനങ്ങളിലാണ് കേരള വിഷൻ്റെ കമ്പനികൾ. അപ്പോൾ കേബിൾ TV മേഖലയിലും ബ്രോഡ്ബാൻഡ് രംഗത്തും പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ ഈ മാറി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു മേഖലയിലേക്ക് കൂടി കേരള വിഷൻ കാലെടുത്ത് വയ്ക്കുകയാണ്. അത് ടൂറിസം രംഗമാണ്. നമുക്കറിയാം, ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡിന് ശേഷം ജനങ്ങളുടെ ചിന്താഗതിയിലും അവരുടെ കാഴ്ചപ്പാടിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. യാത്ര ചെയ്യാൻ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഒരുപാട് കുട്ടികൾ പഠിക്കാനായി പുറത്തു പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്കും ഒട്ടനവധി ആളുകൾ കടന്നു വരുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 കേരള വിഷൻ്റെ ഉപഭോക്താക്കളാണ്. 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം 30 ലക്ഷത്തോളം കേബിൾ TV ഭവനങ്ങളിൽ കേരള വിഷൻ്റെ സേവനങ്ങൾ എത്തുന്നുണ്ട്. 14 ലക്ഷത്തോളം വീടുകളിൽ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് സേവനം എത്തുന്നുണ്ട്. അപ്പം 1/3 ആളുകൾ കേരള വിഷൻ്റെ ഉപഭോക്താക്കളായിരിക്കുമ്പോൾ തന്നെ അവരുൾപ്പെടുന്ന സമൂഹത്തിന് കുറഞ്ഞ ചെലവിൽ ഈ ലോകത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഒരവസരം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ടൂറിസം മേഖലയിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചത്. അപ്പം മറ്റു ട്രാവൽ ഏജൻസികൾ ചെയ്യുന്ന പോലെ ആളുകളെ നിന്ന് പണം വാങ്ങി അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതല്ല. അതിനുമപ്പുറം ലോകത്ത് തന്നെ ആദ്യമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ, ഒരു വെബ് ആപ്ലിക്കേഷനിലൂടെ ആണ് നമ്മൾ ഈ ടൂറിസം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. yes2go എന്നാണ് അതിൻ്റെ പേര്. yes2go എന്ന് പറഞ്ഞാൽ ശരി, നമുക്ക് പോകാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വെബ് ആപ്ലിക്കേഷനിലൂടെ ഏതൊരാൾക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാം. അങ്ങനെ ഭാഗമാകാം എന്ന് മാത്രമല്ല, അവർക്ക് EMI തവണ വ്യവസ്ഥ, ഇപ്പോൾ മറ്റൊരു സ്ഥാപനങ്ങളും അത്തരത്തിൽ തവണ വ്യവസ്ഥ നടപ്പാക്കുന്നില്ല. ഇത് 6 മാസം, 12 മാസം, 20 മാസം ഈ തവണ വ്യവസ്ഥയിലൂടെ ഏതൊരാൾക്കും ചെറിയ തുക EMI അടച്ചുകൊണ്ട് അയാൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ കുടുംബസമേതമോ സുഹൃത്തുക്കളോപ്പമോ ലോകത്തിലെ ഏത് രാജ്യത്തിലേക്കും പോകുവാനുള്ള സംവിധാനമാണ് yes2go എന്ന് പറയുന്ന വെബ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ സാധാരണ ഇപ്പോൾ മലയോര മേഖലകളിൽ ട്രെയിനിൽ പോലും യാത്ര ചെയ്യാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കേരളത്തിലും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും കേരളം കാണാത്തവരെ സംബന്ധിച്ച് കേരളം കാണുവാൻ, കേരളത്തിന് പുറത്ത് രാജ്യത്തെ പ്രവർത്തനങ്ങൾ കാണുവാൻ, അതിനുമപ്പുറം രാജ്യത്തിനുമപ്പുറം ലോകത്തെ കാഴ്ചകൾ കാണുവാനുള്ള അവസരമാണ് ഇതിലൂടെ കേരള വിഷൻ ഒരുക്കുന്നത്. അപ്പോൾ ഇനി മുതൽ യാത്രകൾ പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല, സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലോകത്തിലെ ഏത് കാഴ്ചയും കാണാനുള്ള ഒരവസരം കേരള വിഷൻ yes2goയിലൂടെ ഒരുക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ വെബ് ആപ്ലിക്കേഷൻ്റെ ഉദ്ഘാടനം ഈ മാസം 26-ാം തീയതി
അങ്കമാലി അറ്റ്ലസ് സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും, മാന്യപ്രേക്ഷകരെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്ന സംവിധാനം, ഇപ്പോൾ ഈ KSRTC ഉൾപ്പെടെയുള്ളവരെല്ലാം അങ്ങനെ, അപ്പം നമുക്കും അതിലേക്ക് കടന്നുകൂടെ അങ്ങനെ ഒരു സംവിധാനത്തിൽ? തീർച്ചയായിട്ടും ബഡ്ജറ്റ് ടൂറിസം നമ്മുടെ ഇതിൻ്റെ ഭാഗമാണ്. ഇത് കേരള വിഷൻ മാത്രമായിട്ടല്ല ഈ പദ്ധതി നടപ്പാക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി കേരള സർക്കാരിൻ്റെ സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അവർ ഈ ബഡ്ജറ്റ് ടൂറിസം KSRTC ആയി ചേർന്നുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഞങ്ങളുടെ അസോസിയേറ്റ് പങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ തീർത്തും ഒരു പരിധി വരെ പറഞ്ഞാൽ സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തോടു കൂടിയാണ് ഈ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നിലയ്ക്ക് ബഡ്ജറ്റ് ടൂറിസം ഉൾപ്പെടെ അതുപോലെ തന്നെ പല പാക്കേജ്, ബഡ്ജറ്റ് ടൂറിസം ഇതിനകത്ത് വരും, പ്രീമിയം പാക്കേജസ് വരും, അതുപോലെ എക്സ്ക്ലൂസീവ്ലി വനിതകൾക്ക് മാത്രമായിട്ടുള്ള പാക്കേജസ് ഉണ്ടാവും, വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള ഉണ്ടാവും. അങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള പാക്കേജുകൾ ഈ വെബ് ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് പറ്റുന്ന തുക അടയ്ക്കാനുള്ള കണക്കൂട്ടലിലൂടെ നമുക്കത് കൊണ്ടുപോകാൻ കഴിയും. ഇതിപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ അണുകുടുംബങ്ങളാണല്ലോ കേരളത്തിൽ. അപ്പം ഇവരെല്ലാം ഒത്തുചേർന്ന് ഓണത്തിനൊക്കെ ചില ഒരു 10 പേര് 15 പേര് അങ്ങനെ വരുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി പാക്കേജുകൾ നമുക്ക് അവരുടെ ഡിമാൻഡ്സ് അനുസരിച്ച് അത് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആ പാക്കേജുകൾ ഓരോരുത്തർ അവരുടെ ഇപ്പം നമ്മുടെ ഒരു ആപ്ലിക്കേഷനുള്ള പാക്കേജിന് പകരം വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ ചില സ്ഥലങ്ങളിൽ കൂടി അവർക്ക് കൂടി കാണണം. അങ്ങനെ അവർ ഡിമാൻഡ് ചെയ്താൽ അത് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രയും വേണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിലും ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ നമുക്ക് എന്നാണ് പോകേണ്ടതെന്നുള്ള ഡേറ്റ് വരെ നമുക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയും. അങ്ങനെ സാധാരണ ഒരു ട്രാവൽ രീതിയല്ല, ഇതൊരു പുതിയ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ടൂർ പദ്ധതിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു പുതിയ അനുഭവമായിരിക്കും കേരളത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചെന്നാണ് എനിക്ക് പറയാം. തീർച്ചയായും കേരള വിഷൻ ഒരുക്കുന്നത് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഈ നാട് കാണാനും ഒപ്പം നാടിനെക്കുറിച്ച് അറിയുവാനും ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് തന്നെ ഈ കേരള വിഷൻ ഒരുക്കുന്ന ഈ സംരംഭം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം.